അമൃതം ഗമയ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജീവിതചരിതം ഭാഗം 5. കുലം പവിത്രം ജനനീകൃതാർത്ഥ. ദിവ്യജ്യോതിസുകൾക്ക് ജന്മം നൽകുന്ന കുലം പവിത്രമാണ്, ജനനീകൃതാർത്ഥയാണ്. ഇത് ഇടമണ്ണയിൽ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ലൗകിക കുടുംബത്തിന്റെ സ്ഥാനത്ത് മഹത്വം ബൃഹത്വമായ ഒരു ആധ്യാത്മിക കുടുംബം സ്ഥാപിതമാകുന്ന പുണ്യചരിതം രോമഹർഷകമാണ്. ഇത്തരം ജീവിതഗാഥകളാണ് വാസ്തവത്തിലുള്ള പാപനാശിനി തീർത്ഥങ്ങൾ. ആലപ്പാട്ട് പഞ്ചായത്തിൽപ്പെട്ട പറയക്കടവ് പ്രദേശത്തെ അതിപുരാതനമായ ഒരു അരയ തറവാടാണ് ഇടമണ്ണിൽ. അമ്മയുടെ പുണ്യജന്മം കൊണ്ട് പാവനമായ ഈ വീടും അതിനോട് ചേർന്ന ഏതാനും സെന്റ് സ്ഥലവുമാണ് ഇപ്പോൾ മാതാ അമൃതാനന്ദമയി മിഷന്റെ ആസ്ഥാന കേന്ദ്രം. അമ്മയുടെ ജന്മകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ തറവാടിന് വ്യക്തവും അവ്യക്തവുമായ പുണ്യസഞ്ചയം ഉണ്ടെന്നുള്ളത് നിശ്ചിതമാണ്. ഇടമണ്ണിൽ കുടുംബക്കാരുടെ കുലത്തൊഴിൽ മീൻപിടുത്തമാണ്. ഇപ്പോൾ മറ്റു ജോലികൾക്കും പോകുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോയി ആരാധന, വീട്ടിൽ ഭാഗവത പാരായണം, വ്രതാനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം ഈ കുടുംബക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഈ തറവാട്ടിൽ പല നല്ല ഭക്തന്മാരും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പുണ്യാത്മാവായിരുന്നു അമ്മയുടെ അച്ഛന്റെ അച്ഛനായ ശ്രീമാൻ വേലായുധൻ. വലിയ ഈശ്വരഭക്തനായിരുന്ന അദ്ദേഹം സത്യസന്ധനുമായിരുന്നു. ആർക്കും കാരുണ്യപൂർവ്വം കഴിവുള്ളതെന്തും കൊടുക്കുന്ന മഹാദാനി, അഹിംസയുടെ മൂർത്തി. ഒരു ചെറിയ എലിക്കുഞ്ഞിനെ പോലും കൊല്ലാൻ സമ്മതിക്കുകയില്ല. ഉദ്ദേശം 50നോടടുത്ത പ്രായത്തിൽ ദേഹവിയോഗം സംഭവിച്ച അദ്ദേഹത്തിന് അന്ന് ശൈശവലീലയിൽ കഴിഞ്ഞിരുന്ന അമ്മയെ കാണാനുള്ള സൗഭാഗ്യം ലഭിക്കുകയുണ്ടായി. ആ പുണ്യാത്മാവിന്റെ സ്മരണയ്ക്കായി ഇടമണ്ണയിൽ ഗൃഹത്തിന്റെ തെക്കേ മുറ്റത്തുള്ള കളരിയുടെ മുമ്പിൽ തെക്കു കിഴക്കേ മൂലയിൽ ഒരു തറയുണ്ട്. ശ്രീ വേലായുധൻ മരിച്ച് അധികം താമസിയാതെ ഒരു സന്യാസി ഇടമണ്ണയിൽ വരികയും ആ യോഗീശ്വരന്റെ തറയിൽ എന്നും ദീപം കത്തിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അത് വീട്ടുകാർ പാലിച്ചോ എന്ന് നിശ്ചയമില്ല. അവിടെ നിത്യവും ദീപം വെക്കണമെന്ന് പിൽക്കാലത്ത് ഭാവദർശന സമയത്ത് അമ്മ നിർദ്ദേശിച്ചു. അത് മുടങ്ങാതെ പാലിച്ചു പോരുന്നുണ്ട്. വേലായുധന്റെ ഭാര്യ മാധവി കളരി മണ്ഡപത്തിൽ കൂനിയിരുന്ന് പൂമാല കെട്ടുന്നത് കണ്ടിട്ടുള്ളവർ പിന്നെ മറക്കുകയില്ല. ഇവരുടെ പുത്രനായ ശ്രീ സുഗുണാനന്ദനാണ് മാതാ അമൃതാനന്ദമയി ദേവിയുടെ ലൗകിക പിതാവിന്റെ സ്ഥാനം വഹിക്കാൻ ഭാഗ്യമുണ്ടായത്. ഇദ്ദേഹം താണ ക്ലാസ്സിൽ ഏതിലോ പഠിക്കുന്ന കാലം ഒരു സന്യാസി ഇടമണ്ണയിൽ വന്നു. വീടും പരിസരവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊരു വലിയ പുണ്യഭൂമിയാണ്. ഇവിടെ വലിയ വലിയ യോഗികളും തപസ്വികളും സാധന ചെയ്ത് സമാധിയാകുന്ന സ്ഥലമായി തീരും. ഇവിടുത്തെ ഓരോ തരി മണ്ണും പവിത്രമാണ്. കുട്ടിയായ സുഗുണാനന്ദനോ മറ്റാരെങ്കിലുമോ അന്ന് അതത്ര കാര്യമായിട്ടെടുത്തില്ലെങ്കിലും ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയില്ല. ഇന്നാണ് ആ സന്യാസി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. പഴയ കഥകൾ അയവിറക്കുന്ന കൂട്ടത്തിൽ ഒരിക്കൽ സൂണച്ചൻ പറഞ്ഞു, ഒരു വലിയ ഹഠയോഗി ഒരിക്കൽ ഇടമണ്ണയിൽ വന്നു. അദ്ദേഹം സുഗുണാനന്ദനോട് പറഞ്ഞു, നീ ബ്രാഹ്മണനാണ്. നിന്റെ പൂണൂൽ മറ്റാരും കാണുന്നില്ല, പക്ഷേ എനിക്ക് കാണാം. പൂർവ്വ സംസ്കാരത്തിന്റെ അപൂർവമായ അറിവ് ആ വാക്കുകളിലുണ്ട്. ശ്രീ സുഗുണാനന്ദൻ കുടുംബ പാരമ്പര്യത്തിന് ചേർന്ന വിധം ചെറുപ്പത്തിൽ തന്നെ ഈശ്വരഭക്തനായിരുന്നു. കൃഷ്ണനോടായിരുന്നു ഏറെ പ്രിയം. കഥകളിഭ്രമം മൂലം 8-10 വയസ്സുള്ളപ്പോൾ തന്നെ അത് പഠിച്ചു. തെക്കയ്യത്ത് രാമൻ കുഞ്ഞനാശാന്റെ കഥകളി യോഗത്തിൽ ചേർന്നു. കൃഷ്ണഭക്തനാകിയാൽ സുഗുണാനന്ദന്റെ ഏറ്റവും പ്രിയപ്പെട്ട വേഷം കൃഷ്ണനായിരുന്നു. കൃഷ്ണവേഷം അരങ്ങേറിയപ്പോൾ കുട്ടിയായ സുഗുണാനന്ദന് കൃഷ്ണഭാവാവേശമുണ്ടായി. ഇദ്ദേഹം അധികമൊന്നും സ്കൂളിൽ പഠിക്കാതെ മത്സ്യബന്ധനത്തിലും വിപണനത്തിലും ഏർപ്പെട്ടു. 21-ാം വയസ്സിൽ 20 വയസ്സുള്ള ദമയന്തി എന്ന സുശീലയായ യുവതിയെ സുഗുണാനന്ദൻ വിവാഹം കഴിച്ചു. ലൗകിക രീതിയ മാതാ അമൃതാനന്ദമയിയുടെ പെറ്റമ്മയാകാനുള്ള മഹാഭാഗ്യം ലഭിച്ചത് ഈ പുണ്യവതിക്കാണ്. കരുനാഗപ്പള്ളി താലൂക്കിൽ ഭണ്ഡാരത്ത് തുറയിൽ കിണറ്റിൻമൂട്ടിൽ എന്ന വീട്ടിലാണ് ദമയന്തി അമ്മ ജനിച്ചത്. അച്ഛൻ പുണ്യൻ, അമ്മ കറുത്ത കുഞ്ഞ്. ഈശ്വരവിശ്വാസത്തിന്റെ പാരമ്പര്യമുള്ള ഒരു തറവാടാണ് അവരുടേത്. സ്വന്തം കുടുംബക്ഷേത്രമുണ്ട്. സാമാന്യം സമ്പത്തും ദൈവവിശ്വാസവും ഒത്തിണങ്ങിയ വീട്. ചെറുപ്രായത്തിൽ തന്നെ ദമയന്തി ഈശ്വരഭക്തിയായിരുന്നു. സത്യം വിട്ട് ചിന്തിക്കുകയേയില്ല. കഷ്ടപ്പെടുന്നവരെ കണ്ടാൽ സഹായിക്കും. 4-ാം ക്ലാസ് വരെ പഠിച്ചു. നന്നേ വെളുപ്പിന് എഴുന്നേൽക്കും. ഹരിനാമ കീർത്തനവും മറ്റും ചൊല്ലും. ചെറുപ്പത്തിലെ ആ ശീലം ദമയന്തി അമ്മ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. എല്ലാ വ്രതങ്ങളും വളരെ ചിട്ടയോടെ അനുഷ്ഠിക്കുമായിരുന്നു.
ഉറച്ച നിഷ്ഠയും ശ്രദ്ധാഭക്തികളും വ്രതാനുഷ്ഠാനത്തിൽ പ്രകടമായിരുന്നു. ദമയന്തി അമ്മയുടെ വ്രതത്തിന്റെ മഹാത്മ്യം വെളിവാക്കുന്ന ഒരു സംഭവമുണ്ട്. കരിക്ക് വെട്ടി വെള്ളം കുടിച്ചിട്ടാണ് അവർ വ്രതം അവസാനിപ്പിക്കുക. അതിലേക്ക് കരിക്കിടാൻ ആളെ കിട്ടിയില്ലെങ്കിൽ സമയത്തിന് തെങ്ങിൽ നിന്ന് കരിക്ക് തന്നെ അടർന്നു വീഴും. ഇത് യാദൃശ്ചികമായി ഒന്നോ രണ്ടോ തവണ സംഭവിച്ചിട്ടുള്ള കാര്യമല്ല, അനേകം തവണ കൃത്യമായി നടന്നിട്ടുള്ള കാര്യമാണ്. ബ്രാഹ്മണരെ പോലെ വ്രതാനുഷ്ഠാനങ്ങളും മറ്റും ചിട്ടയായി നടത്തുന്ന ദമയന്തി അമ്മയെ ഗ്രാമവാസികൾ പട്ടത്തി അമ്മ എന്ന് വിളിച്ചിരുന്നു. കൂടിയ സദാചാരബോധവും യാഥാസ്ഥിതികതയും അവരുടെ ജീവിതത്തെ ശക്തമായി നിയന്ത്രിച്ചിരുന്നു. ഇതുമൂലം കുട്ടികളെ കർശനമായ ശിക്ഷണത്തിൽ വളർത്തുന്നതിൽ അവർ ക്രമത്തിലധികം ശ്രദ്ധിച്ചിരുന്നതായി കാണാം. പെൺകുട്ടികളുടെ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ദമയന്തി അമ്മയ്ക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലായിരുന്നു. ഇക്കാര്യത്തിൽ ശ്രീ സുഗുണാനന്ദനും ഒട്ടും അയവുള്ള പ്രകൃതക്കാരനായിരുന്നില്ല. ചെറിയ തെറ്റുകളിൽ പോലും കർക്കശമായി പെരുമാറാൻ രണ്ടുപേർക്കും മടിയില്ലായിരുന്നു. ഇത് നമ്മുടെ ആരാധനാപാത്രത്തിന്റെ ആദ്യകാല ജീവിതത്തെ എത്ര യാതനാപൂർണമാക്കി എന്ന് വഴിയെ കാണാം. ഈ ദമ്പതികൾക്ക് 9 കുട്ടികളുണ്ടായി. കസ്തൂർബായി, സുധാമണി, സുഗുണമ്മ, സജനി എന്ന 4 പെൺമക്കളും സുരേഷ് കുമാർ, സതീഷ് കുമാർ, സുധീർ കുമാർ എന്ന 3 ആൺമക്കളും. സുനിൽ എന്ന ഒരു മകൻ മരിച്ചുപോയി. കൂടാതെ സുഭകന് ശേഷം ജനിച്ച ഒരു ആൺകുഞ്ഞും നന്നേ ചെറുപ്പത്തിൽ മരിച്ചുപോയി. സുധാമണി പിന്നീട് മാതാ അമൃതാനന്ദമയി ദേവിയായി. മാതാ അമൃതാനന്ദമയി ദേവിയും കുടുംബാംഗങ്ങളും തമ്മിലുള്ള ബന്ധം അനുപമം അത്രേ. അച്ഛനമ്മമാരും സഹോദരി സഹോദരന്മാരും മറ്റു ബന്ധുജനങ്ങളും അമ്മയെ അമ്മച്ചി എന്നാണ് വിളിക്കുക. ഇതിൽ നിന്ന് അമ്മ അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ എന്തെന്ന് വ്യക്തമാണ്. മകൾ, സഹോദരി തുടങ്ങിയ ലൗകിക ബന്ധങ്ങളെല്ലാം ഇവിടെ അറ്റുവീണിരിക്കുന്നു. ഈശ്വരബന്ധം ഉണരുമ്പോൾ ലൗകിക ബന്ധങ്ങൾ നിഷ്പ്രഭമാകുന്നതിന് ഇതിനേക്കാൾ മികച്ച ഉദാഹരണമില്ല. ഈശ്വരഗതി ബുദ്ധിക്ക് വഴങ്ങുകയില്ല, അത് സ്വന്തം അനുഭവത്തിലൂടെ അറിയേണ്ടതാണ്. സത്യത്തിൽ യുക്തിയുടെ ഊന്നുവടി വേണ്ട. അമ്മയുടെ ദിവ്യാത്ഭുത ജീവിതം സ്വയം മഹത്വം വെളിവാക്കുന്നു. അത് അറിഞ്ഞ് പ്രയോജനപ്പെടുത്തുന്നവർ സംസാര പാരാവാരത്തിന് മറുകരയെത്തുന്നു. അവരുടെ ഇഹവും പരവും സുരക്ഷിതമായി തീരുന്നു. സജ്ജനങ്ങളെ, ഇത്രയുമാണ് അമ്മയുടെ ജീവിത ചരിത്രത്തിലെ ഈ ഒരു അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഏവർക്കും നന്ദി, നമസ്കാരം.